ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും യൗവനക്കാർക്കും കുഞ്ഞു കുട്ടികൾക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. സ്തോത്രം. നിത്യനായ ദൈവം ആദ്യമായി സൃഷ്ടിച്ചത് വെളിച്ചത്തെയാണ്. ആ വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. എന്തുകൊണ്ടാണ് വെളിച്ചം നല്ലതെന്ന് കാണാൻ കാരണം എന്താണ്? അന്ധകാരം അത് ഏറ്റവും മോശമാണെന്നും ഏറ്റവും ചീത്തയാണെന്നും ഉള്ളതുകൊണ്ടാണ് വെളിച്ചമുണ്ടാക്കിയപ്പോൾ ദൈവം വെളിച്ചം നല്ലതെന്ന് പറയാൻ കാരണം. അതെ, വെളിച്ചമാണ് എന്നും നല്ലത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് ഈ വെളിച്ചം? ഇരുള് മാറ്റുന്നതാണ് വെളിച്ചം. പ്രകാശം പരത്തുകയാണ്. മനുഷ്യ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നു. ഈ ഭൂമി ഉളവാകുന്നതിന് മുമ്പും ഇവിടെ അന്ധകാരം വ്യാപരിച്ചിരുന്നുവെന്ന് നാം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. നമ്മുടെ ജീവിതത്തെ പാഴും ശൂന്യവുമാക്കി തീർക്കുന്ന ഒരന്ധകാരം, ഇരുളിൻ്റെ വ്യാപാരം ഇന്ന് അനേകം വ്യക്തികളിലും കുടുംബങ്ങളിലും വാഴുന്നു. ഒരു കരയേറ്റം കിട്ടുന്നില്ല. അധ്വാനമുണ്ട്, അധ്വാനിക്കാഞ്ഞിട്ടല്ല. ഒരുപാട് അധ്വാനിക്കുന്നു, പകൽ എന്നെ അധ്വാനിക്കുന്നു, പക്ഷെ ബാലൻസ് ഒന്നുമില്ല, കൈ ചോരുന്നു. പൈസ കയ്യിൽ വരുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ് തീർന്നു പോകുന്നത് അറിയുന്നില്ല. പൈസ കയ്യിൽ എത്തുന്നുണ്ട്, പണം കയ്യിൽ വരുന്നുണ്ട്, പക്ഷെ അവസാനം നോക്കുമ്പോൾ എന്നും കടം. അങ്ങനെ ജീവിതത്തിൽ എന്നും കടബാധയിൽ കഴിയുന്നവർ, എന്നും രോഗം, എന്നും കുടുംബത്തിൽ അസ്വസ്ഥത, എന്നും കുടുംബത്തിൽ ഭിന്നത, കുടുംബത്തിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥതമായ അന്തരീക്ഷം, ഇങ്ങനൊരു മൂകത തളം കെട്ടി നിൽക്കുന്നു. ആളുകളുണ്ട്, പക്ഷേ ഓരോരുത്തർ അവരവരുടെ ലോകത്താണ്. അപ്പൻ അപ്പൻ്റെ ലോകത്ത്, മകൻ മകൻ്റെ ലോകത്ത്, ഭാര്യ ഭാര്യയുടെ ലോകത്ത്, മക്കൾ മക്കളുടെ ലോകത്ത്, ഇങ്ങനെ ഓരോരുത്തർ അവരവരുടെ ലോകത്ത്. കുടുംബത്തിൽ ഐക്യമില്ല, സ്നേഹമില്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നില്ല, ഒരുമിച്ച് മിണ്ടുന്നില്ല. എല്ലാത്തിൻ്റെ മുന്നിൽ വ്യാപരിക്കുന്നത് ഒരു ദുഷ്ടപിശാചാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? കർത്താവിന് സ്തോത്രം. പ്രത്യേകിച്ച് ക്രിസ്തീയ വിവാഹ ശുശ്രൂഷകളിൽ, പ്രത്യേകിച്ച് എപ്പിസ്കോപ്പൽ സഭകളിലെല്ലാം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, തേജോ ലോകത്ത് ഇവരുടെ കാലം ശുഭമാകണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാണ് വിവാഹം നടത്തുന്ന ആചാര്യന്മാർ ദമ്പതികളെ അനുഗ്രഹിച്ചു വിടുന്നത്. ഈ ലോകത്തിൽ മാത്രമല്ല, തേജസ്സിൻ്റെ ലോകത്ത് എത്തിയാലും ഇവരുടെ കാലം ശുഭമാകണം, അതുവരെ ശുഭമാകണം. നല്ല അനുഗ്രഹ പ്രാർത്ഥനയാണ്. പക്ഷേ ഇന്ന് ക്രിസ്തീയ കോളത്തിൽ ഏറ്റവും കൂടുതൽ പെരുകി വരുന്നത് വിവാഹമോചനങ്ങളാണ്, ഡിവോഴ്സ്. അതിന്നൊരു ഓമനപ്പേര് പോലെയാണ്. വിവാഹം കഴിഞ്ഞു, ചെറിയൊരു പ്രശ്നം, ചെറിയൊരു വാക്ക് തർക്കം, പറയുന്നു, ഭാര്യ പറയുന്നു ഞാൻ പോവുകയാണ് എൻ്റെ വീട്ടിൽ, ഭർത്താവ് പറയുന്നു നീ പിരിഞ്ഞോ. എന്തൊരു കഷ്ടം! നിങ്ങൾ അറിയുന്നുണ്ടോ പ്രിയരേ, ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാരത്തിൻ്റെ ശക്തിയുണ്ടെന്ന്? പിരിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തി. ദൈവത്തിന് സ്തോത്രം. ഇതാ മദ്യപിച്ച് തുടങ്ങുന്നു, വെറുതെ ഒരു കമ്പനിക്ക് വേണ്ടി, കൂട്ടുകാരോടൊത്ത ഒരു രസത്തിന് വേണ്ടി. പക്ഷേ മദ്യത്തിൻ്റെ അടിമകളായി പോകുന്നു. മദ്യത്തിന് അഡിക്റ്റായി കിടക്കുന്നവര് എനിക്കറിയാം. എനിക്ക് വളരെ അടുപ്പവും എനിക്ക് വളരെ സ്നേഹമുള്ള ചിലരല്ല ഒരു 1-2 മാസം മദ്യപിക്കാതിരിക്കും. പിന്നീട് അങ്ങ് മദ്യപിച്ചാൽ പിന്നെ അവർ ഒരു 8-10 ദിവസം അങ്ങ് ഭയങ്കര മദ്യത്തിന് അടിമകളാവുന്നു. ഭക്ഷണം കഴിക്കുകയില്ല, കിട്ടിയ പണം മുഴുവൻ ചെലവഴിച്ച് കളയുന്നു. നശിപ്പിക്കുന്ന ഒരു ദുഷ്ടപിശാചാണ്. ഒരു മദ്യപാനം നാം കാണുന്നതിൽ ഉപരിയായി അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാരത്തിൻ്റെ വ്യാപാരമുണ്ട്. ഇങ്ങനെ ലോകത്തിലേക്ക് നോക്കിയാൽ എത്ര കാര്യങ്ങൾ. യൗവന തലമുറ നാശത്തിലേക്ക് അനേകർ ഒഴുകുന്നു, എല്ലാവരുമല്ല. അന്ധകാരത്തിലേക്ക് ഒഴുകുന്ന അനേക യൗവനക്കാരുടെ മധ്യത്തിൽ രജത താരങ്ങളെപ്പോലെ യേശുവിനെ സ്നേഹിക്കുകയും യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കുകയും യേശുവിനെ വർഷിപ്പ് ചെയ്യുകയും യേശുവിനെ ആരാധിക്കുകയും യേശുവിന് മഹത്വത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന വലിയൊരു കൂട്ടം യുവാക്കളുണ്ട്. ഞങ്ങളുടെ ചർച്ചിലുമുണ്ട്.
ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്, ഞങ്ങളുടെ ഫെലോഷിപ്പിലുമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ. കർത്താവിനെ അവർ സ്നേഹിക്കുന്നു, കർത്താവിന് വേണ്ടി അവർ പാടുന്നു, കർത്താവിനെ അവർ സാക്ഷിക്കുന്നു, കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ഓടുന്നു, ദേശങ്ങളിൽ യാത്ര ചെയ്തവർ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ടാണ്? അവരിൽ പ്രകാശമാവുന്ന ക്രിസ്തു കടന്നിയെന്നു. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. പ്രിയപ്പെട്ടവരെ, ദൈവം വെളിച്ചം നല്ലതെന്ന് കണ്ടുവെങ്കിൽ നാമും വെളിച്ചം നല്ലതാണെന്ന് കാണണം, അത് അംഗീകരിക്കണം. നാമും ഇരുട്ടിലേക്ക് പോകരുത്, പാപത്തിലേക്ക് പോകരുത്. പാപം ഇരുളാണെന്ന് അംഗീകരിച്ച്, അത് ദൈവത്തിന് വിരുദ്ധമാണെന്ന് അംഗീകരിച്ച് നാം വെളിച്ചത്തോട് ചേർന്ന് നിൽക്കണം. എൻ്റെ പ്രിയരെ, വെളിച്ചം മാറാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാപം മാറ്റണം. പാപം ഇരിക്കെ ഈ വെളിച്ചമാവുന്ന ക്രിസ്തു വരുവാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും, നിങ്ങൾ നേർച്ചകൾ കഴിച്ചാലും വഴിപാടുകൾ കഴിച്ചാലും, നിങ്ങൾ എവിടെയെല്ലാം നടന്നോ എവിടെയെല്ലാം പോയാലും ഇരുള് മാറുകയില്ല. ഇരുള് മാറണമെങ്കിൽ പാപം മാറണം. മോനെ, നിന്റെ മദ്യപാനം മാറിയാൽ നിന്റെ ഹൃദയത്തിൽ ഇരുള് മാറും. പ്രിയ സഹോദര, നിന്റെ അഹങ്കാരവും നിൻ്റെതായ തന്നിഷ്ടവും നിൻ്റെതായ ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതയിൽ രസിക്കാനുള്ള രസത്തിൻ്റെ പിന്നാലെ നീ പോയാൽ നിന്നിൽ അന്ധകാരം വ്യാപരിക്കും. എന്നാൽ അതിനോട് എന്നേക്കുമായി യാത്ര പറഞ്ഞാൽ മോനെ, നിന്റെ ഹൃദയത്തിൽ സത്യപ്രകാശമായി ക്രിസ്തു എന്ന് ഉദിക്കും. വെളിച്ചം നല്ലത്. ദൈവം കണ്ടു വെളിച്ചം നല്ലതെന്ന്. മനുഷ്യനും കാണേണ്ടിയിരിക്കുന്നു വെളിച്ചമാണ് നല്ലതെന്ന്. എന്നാൽ ഇന്ന് വെളിച്ചമാവുന്ന ക്രിസ്തുവിനെ ഈ അന്ധകാരമുള്ള ലോകത്തിലേക്ക് പരിചയപ്പെടുത്തുന്ന അനേകരെ ഇന്ന് അന്ധകാര ശക്തികൾ കീഴ്പ്പെടുത്താൻ നോക്കുന്നു. എന്തുകൊണ്ടാണ് സുവിശേഷകർക്കെതിരായി പീഡകൾ വർദ്ധിച്ചു വരുന്നത്? എന്തുകൊണ്ടാണ് സുവിശേഷത്തെ തടയുന്നത്? എന്തുകൊണ്ടാണ് പള്ളികൾ തല്ലിപ്പൊളിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവമക്കൾ കൂടി വരുന്ന ആരാധനാലയങ്ങൾ തകർക്കുന്നത്? പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും മറ്റും ഒരന്ധകാരത്തിൻ്റെ വ്യാപാരമാണ്. ദുഷ്ടനായ പിശാചിലെ മനുഷ്യരിലും ചില നേതാക്കന്മാരിലും ആവസിച്ചിട്ട് വെളിച്ചത്തിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ വെളിച്ചം തീരുമോ? എത്രത്തോളം അന്ധകാരം വ്യാപരിച്ചാലും വെളിച്ചമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കൂരിട്ടുള്ളൊരു മുറിയിലേക്ക് ചെറിയൊരു ടോർച്ച് അടിച്ചാൽ അതിൽ നിന്ന് വരുന്ന പ്രകാശം ആ മുറിയിലെ ഇരുട്ട് മാറ്റും, ഇല്ലേ? ഇരുട്ട് മാറ്റും. ഈ സുവിശേഷമാകുന്ന വെളിച്ചത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. എത്രമാത്രം ഇരുളിൻ്റെ ശക്തി ഈ സുവിശേഷത്തിന് നേരെ വ്യാപരിച്ചാലും ആ സുവിശേഷം വെളിച്ചമാണ്. ഈ വെളിച്ചം ഇരുളിനെ തോൽപ്പിക്കും, വെളിച്ചം ജയിക്കും. കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു ഇരുളിനെ തോൽപ്പിക്കുകയായിരുന്നു, പിശാചിൻ്റെ ശക്തിയെ തോൽപ്പിക്കുകയായിരുന്നു, പിശാചിനെ നശിപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ! വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ കൂരിട്ട് നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാകാൻ അവിടെ നിന്ന് കൽപ്പിക്കണമേ. കർത്താവേ, ഞാൻ വെളിച്ചത്തെ സ്നേഹിക്കുന്നു, ഞാൻ വെളിച്ചമാവുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു, നാമും വെളിച്ചം നല്ലതെന്ന് കാണണം. ദൈവത്തിന് സ്തോത്രം. വെളിച്ചത്തിന് വേണ്ടി ജീവിക്കണം, വെളിച്ചമുള്ളവരായി ജീവിക്കണം, വെളിച്ചമുള്ള വഴിയിലൂടെ നടക്കണം. എൻ്റെ പ്രിയരെ, നിങ്ങൾ സുവിശേഷം കേൾക്കാറുണ്ടോ? നിങ്ങൾ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള കൂട്ടായ്മകളിൽ പോകാറുണ്ടോ? പോകണം. മാറി നിൽക്കരുത്. നിങ്ങളതിനെ എതിർക്കരുത്, കുറ്റം പറയരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ മാറ്റുവാൻ, അന്ധകാര ശക്തികളെ ഈ ഭൂമിയിൽ നിന്ന് ഉച്ചാടനം ചെയ്യുവാൻ നിത്യനായ ദൈവം വെച്ചിരിക്കുന്ന സ്വർഗീയ പദ്ധതികളാണ് വചന ശുശ്രൂഷകളും സുവിശേഷ യോഗങ്ങളും. കർത്താവിന് സ്തോത്രം. ഒരു ചെറിയ പ്രസംഗമെന്നേ നാം കേൾക്കുന്നുള്ളൂ, ഒരു പാട്ടൊന്നും ഒരു കൈയടിച്ച് പാടുന്നതായിട്ട് മനുഷ്യർക്ക് തോന്നുകയുള്ളൂ. എന്നാൽ ഏതാനും ദൈവമക്കൾ കൂടിയിരുന്ന് അവർ കൈയടിച്ച് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, അവർ ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം പ്രസ്താവിക്കുമ്പോൾ, അവർ കർത്താവിനെ വാഴ്ത്തിപ്പാടുമ്പോൾ ആ ദേശത്തുള്ള അന്ധകാര ശക്തികൾ മാറുകയാണ്. ദൈവമക്കൾ നാട് നീളെ നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്ത് നിന്ന് അന്ധകാര ശക്തികൾ ഓടി ഒളിക്കുകയാണ്. ആ ദേശം വാഴുന്ന ദേശാധിപ ശക്തികൾ, അന്ധകാരത്തിൻ്റെ വാഴ്ചകൾ മാറുകയാണ്. അതാണ് ഒരു ദൈവത്തിൻ്റെ വില. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കാൽ ചവിട്ടുന്ന ദേശവും നിങ്ങൾ കാൽ ചവിട്ടുന്ന ഭവനവും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുമെന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ പ്രസക്തി എന്താണ്? വെളിച്ചമാവുന്ന ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നാം ഒരു കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വാഴുന്ന അന്ധകാര ശക്തികൾ ഇറങ്ങി ഓടുകയാണ്. ആത്മാവിൽ അതാണ് സംഭവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പിശാച് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമായി വരുന്ന ദുഷ്ടപിശാചാകുന്ന അന്ധകാര ശക്തികളെ മാറ്റുവാൻ ഈ ക്രിസ്തുവാകുന്ന പ്രകാശം, ആ പ്രകാശത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം, പ്രകാശത്തെ നമുക്ക് ക്ഷണിക്കാം.
നിങ്ങൾക്ക് ഈ ഭൂമിയിലും സൗഭാഗ്യമുള്ളൊരു ജീവിതം കിട്ടും പ്രിയരെ. അങ്ങ് മരിച്ച് കടന്നു ചെല്ലുമ്പോൾ കിട്ടുന്ന സ്വർഗം അത് നമുക്ക് വേണം. പക്ഷേ ആ സ്വർഗത്തിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കണം. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ, നാം ഏത് മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്നുവോ അവിടെയെല്ലാം ഈ പ്രകാശം അനുഭവിക്കണം. പോരാ, പ്രകാശം പരത്തണം. അതാണ് പ്രകാശത്തിൻ്റെ പ്രത്യേകത. പ്രകാശം പരക്കും. ഇതുപോലെ തന്നെയാണ് അന്ധകാരവും പരക്കും. അന്ധകാരം പരക്കും. എന്നാൽ ഇരുളിനെ പിടിച്ചടക്കിക്കൊണ്ട്, ഈ അന്ധകാരത്തെ കീഴടക്കിക്കൊണ്ട് ക്രിസ്തു എന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. അന്ന് കാൽവർ ക്രൂശിൽ നടന്നതാണ്. പിശാച് വിചാരിച്ചു ഞാൻ ജയിച്ചു എന്ന്. എന്നാൽ പിശാചിനെ തോൽപ്പിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അത് പ്രകാശത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. യേശു അന്ധകാരത്തെ തോൽപ്പിച്ച് യേശു ക്രിസ്തു 3-ാം ദിവസം കല്ലറകളെ തട്ടിത്തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. നമുക്കും പറയാം, കർത്താവേ, വെളിച്ചമാണ് നല്ലത്. വെളിച്ചത്തിലൂടെ എന്നെ നയിക്കണം. എനിക്ക് മദ്യപാനം വേണ്ട, വെറുക്കൂത്ത് വേണ്ട, അഴുക്ക് ജീവിതം വേണ്ട, മോഷണം വേണ്ട, പിശാചിന് അവകാശം ഉള്ളതൊന്നും എനിക്ക് വേണ്ട. എൻ്റെ കർത്താവേ, അവിടുത്തെ പ്രകാശത്തിൽ നടന്ന്, അവിടുത്തെ പ്രകാശത്തിൽ ജീവിച്ച്, പ്രകാശത്തിൻ്റെ രാജ്യത്തിൽ എനിക്ക് എത്തിച്ചേരുവാൻ എനിക്ക് ഭാഗ്യം തരണമേ എന്ന് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ? വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. വെളിച്ചം നല്ലതെന്ന് മനുഷ്യരറിയണം. വെളിച്ചം നല്ലതെന്ന് ആത്മീയ നേതാക്കൾ അറിയണം. വെളിച്ചമാണ് നല്ലതെന്ന് രാഷ്ട്രീയ നേതാക്കൾ അറിയണം. വെളിച്ചമാണ് നല്ലതെന്ന് ലോക നേതാക്കൾ അറിയണം. അതാണ് സമാധാനം. അങ്ങനെ സമാധാനത്തിൻ്റെ ഒരു പൊൻപുലരി നമുക്ക് പ്രതീക്ഷിക്കാം. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ വെളിച്ചമാവുന്ന ക്രിസ്തു വാഴുന്ന ഒരു ദിനം വരാൻ പോകുന്നു. കർത്താവിന് സ്തോത്രം. യേശുവിൻ്റെ ആ മേഘപ്രത്യക്ഷതയ്ക്ക് ശേഷം യേശുവിൻ്റെ ഒരു മഹത്വ പ്രത്യക്ഷതയുണ്ട്. അതിനുശേഷം യേശു 1000 ആണ്ട് ഈ ഭൂമി വാഴും. അന്ന് പ്രകാശം മാത്രമുള്ള ഒരു രാജ്യം ഉത്ഭവിക്കും. അവിടെ കണ്ണുനീരില്ല, ദുഃഖമില്ല, ശത്രുതയില്ല, യുദ്ധങ്ങളില്ല, മറ്റ് രോഗങ്ങളില്ല, ഒന്നുമില്ലാത്ത ആ ഒരു സൗഭാഗ്യ ദേശം ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 1000 ആണ്ട് വാഴ്ച. അതിനുശേഷം പ്രകാശത്തിൻ്റെ രാജ്യത്തിൽ നിത്യയുഗായുഗം വസിക്കാൻ നമുക്ക് ആ ഭാഗ്യ പദവിക്കാണ് പ്രിയരെ കർത്താവ് നിങ്ങളെ മാടി വിളിക്കുന്നത്. ഈ ഭൂമിയിലെ താൽക്കാലികമായ ഈ ജീവിതം കഴിഞ്ഞ് നാം നിത്യതയിലേക്ക് പോകും. വെളിച്ചത്തിൻ്റെ പരദീസായിൽ എത്തണം. അതിനുവേണ്ടി നമുക്ക് ഒരു ഒരുക്കം വേണം. നമ്മിൽ, നമ്മുടെ ആളത്വത്തിലും, നമ്മുടെ സ്വഭാവത്തിലും, നമ്മുടെ കോശങ്ങളിലും, നമ്മുടെ രക്തത്തിലൂടെ പകർന്നു വന്നതായ നമ്മുടെ ആളത്വത്തിലും വ്യാപരിക്കുന്ന എല്ലാ അന്ധകാരവും മാറി നമുക്ക് പ്രകാശമുള്ളവരായി ജീവിക്കാം. അതിനിടയാകട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീമും പ്രെയർ ഡെസ്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കർത്താവ് അതിനിടയാക്കട്ടെ. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.